ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാലക്കാട് പത്തിരിപ്പാലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിക്ക് തീപിടിച്ചു. കർണാടകയിൽ നിന്ന് പഞ്ചസാരയുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ലോറിയുടെ മുൻഭാഗത്ത് തീ പടരുന്നു കണ്ട ഉടൻ ഡ്രൈവറും സഹായിയും പുറത്തേക്ക് ഓടിയതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. 2 അഗ്നിസേന യൂണിറ്റുകൾ വന്ന് ഏറെ നേരം പണിപ്പെട്ടാണ് തീ അണച്ചത്. മാവേലി എക്സ്പ്രസിൽ ടിടിക്ക് നേരെ ആക്രമണം. പ്രതി എറണാകുളം സ്വദേശി അറസ്റ്റിൽ. ആക്രമണം ടിക്കറ്റ് ചോദിച്ചതിന് പിന്നാലെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനായിരുന്നു ടിടിക്ക് നേരെ ആക്രമണം നടന്നത്. ഇന്നലെ രാത്രി മാവേലി എക്സ്പ്രസ് ആലപ്പുഴ തുറവൂർ പിന്നിട്ട സമയത്തായിരുന്നു സംഭവം. ട്രെയിന് ഉള്ളിൽ വെച്ച് ടിടിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അക്രമം തടയാനെത്തിയ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും പ്രതി ആക്രമണം നടത്തി. അക്രമിയെ എറണാകുളം റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി മദ്യലഹരിയിലെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് സ്പാ മാനേജറിൽ നിന്ന് മോശ അനുഭവം ഉണ്ടായെന്ന് യുവതി. ജോലിക്കാരുടെ അഭിമുഖത്തിനായി സ്പായിൽ എത്തിയപ്പോഴാണ് ദുരനുഭവം ഉണ്ടായത്. ചിലതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് മാനേജർ പറഞ്ഞു. മാനേജറുടെ ഇടപെടലിൽ സംശയം തോന്നി പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. മാനേജർ ഫോട്ടോ ആവശ്യപ്പെട്ടു എങ്കിൽ മാത്രമേ ജോലി തരുള്ളൂ എന്നും പറഞ്ഞു. എന്നാൽ ഫോട്ടോ കൊടുക്കാതായപ്പോൾ അടിക്കാൻ വരികയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സ്പായുടെ മറവിൽ മറ്റു പ്രവൃത്തികളാണ് നടക്കുന്നതെന്നും പോലീസിൽ പരാതി നൽകുമെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയതെന്നും പെൺകുട്ടി പ്രതികരിച്ചു. ഇന്നലെ മേയർ വി രാജേഷിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ സ്പാകളിലും ആരോഗ്യ വകുപ്പിന്റെ പരിശോധന ഉണ്ടായിരുന്നു. മതിയായ രേഖകളോ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഉദ്യോഗസ്ഥർ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന്. കേരളത്തിന്റെ ക്യാൻസർ ചികിത്സാ രംഗത്ത് ലോകോത്തര സൗകര്യങ്ങളുമായി 449 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിതമായ ആധുനിക ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രമാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ. ക്യാൻസർ രോഗികൾക്ക് ആധുനികവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 100 കിടക്കകളോടെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ 12.63 ലക്ഷം ഏക്കർ സ്ഥലത്ത് 6.3 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള 9 നില കെട്ടിടത്തിൽ റേഡിയേഷൻ തെറാപ്പി മെഷീൻ, MRI, CT, PET CT, സ്കാനിംഗ് മെഷീനുകൾ, വെന്റിലേറ്ററുകൾ, ശീതീകരിച്ച ഫാർമസി മുറി, മോണിറ്ററുകൾ എന്നീ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ അടുത്ത ഘട്ടം പൂർത്തിയാകുമ്പോൾ 360 കിടക്കകൾ ഇവിടെ ഉണ്ടാകും. വർഗീയക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും മതേതര പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ബൃഹത്തായ സംഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഗീയത രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കും മൾട്ടി റിലീജിയസ് ഘടനയ്ക്കും ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മതങ്ങൾക്കതീതമായി മതേതര ചിന്താഗതിയുള്ളവർ വിഭജന ശക്തികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.